ഒരു സർക്കാർ പരിപാടി മാത്രമല്ല, സമൂഹത്തിൻ്റെ സുരക്ഷതയ്ക്കും സമാധാനത്തിനുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്, കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. നമ്മൾ ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടു. അത് പൊതുവെ കേരളീയ സമൂഹത്തിന് നൽകുന്ന ഒരാത്മവിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് പെരുമ്പാവൂരിന് നൽകുന്ന ഒരാത്മധൈര്യമുണ്ട്. ഞാൻ ആദ്യമേ സൂചിപ്പിക്കുന്നു, പെരുമ്പാവൂർ അദ്ദേഹം ആദ്യം സൂചിപ്പിച്ചതുപോലെ പൈതൃകം കൊണ്ട്, പാരമ്പര്യം കൊണ്ട്, ചരിത്രം കൊണ്ട്, സംസ്കാരം കൊണ്ട്, സഹവർത്തിത്വം കൊണ്ട് പെരുമ്പാവൂരിനൊരു മാതൃകയുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ മനസ്സിൽ വേദനയുണ്ടാക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട ചില വ്യാപനം നാം അറിയാതെ നമ്മളിലൂടെ കടന്നു പോകുന്നു എന്നതിൻ്റെ വേദന നമ്മളിലുണ്ട്. അത് അവസാനിപ്പിക്കാൻ നമ്മൾ പലവട്ടം ആലോചിച്ചു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നമ്മൾ ആഗ്രഹിച്ചു. പക്ഷേ അത് പൂർണ്ണതയിലെത്തുമെന്ന പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നില്ല. ഞാൻ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. പെരുമ്പാവൂരിനേറ്റ ആ കളങ്കം മാറ്റാൻ ശ്രീ രമേശ് ചെന്നിത്തല പെരുമ്പാവൂരുകാരോടൊപ്പമുണ്ട് എന്ന ആത്മസംതൃപ്തിയാണ് ഞങ്ങൾക്ക്. അതിനുവേണ്ടി ഞാൻ ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തലയെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ സാന്നിധ്യം മാത്രമല്ല, നിങ്ങളിവിടെ വിശദീകരിച്ച, നിങ്ങളോടൊപ്പം നിങ്ങളുടെ തീരുമാനം നടപ്പാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ DGPയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കഠിനമായ അധ്വാനം ബഹുമാനപ്പെട്ട മന്ത്രി ആഗ്രഹിച്ചതുപോലെ ഇതിന്റെ സൽഫലം കണ്ടെത്തുമെന്ന് പ്രതീക്ഷയാണ്. ലഹരിയുടെ വ്യാപനത്തിന്റെ തീവ്രതയെക്കുറിച്ച് നമ്മൾ ആരും പരസ്പരം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമുക്കെല്ലാം കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ സങ്കീർണമായ പ്രശ്നമാണ് ഈ ലഹരി വ്യാപനം. നമ്മളെല്ലാം ആശങ്കാജനകരാണ്. ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും രക്ഷകർത്താക്കളാണ്. നമുക്കൊരാശങ്കയുണ്ട്, മറ്റൊന്നുമല്ല, നമ്മുടെ കുട്ടികൾ പുറത്തു പോയാൽ എങ്ങനെയാണ് അവർ തിരിച്ചു വരുന്നത്? നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്നതിന്റെ കുഴപ്പമുണ്ടല്ല. പുറത്തു പോകുന്ന കുട്ടികളെ കലാലയത്തിന്റെ കവാടത്തിൽ ചെറുപ്പക്കാർ ഒത്തുകൂടുന്ന നാൽക്കവലകളിൽ, സങ്കേത സ്ഥലങ്ങളിൽ അവരെ വലവീശാൻ, അവരിലൂടെ ലഹരി വ്യാപനം നടത്താൻ ശ്രമിക്കുന്ന വലിയ ഒരു സംഘം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു. ബഹുമാനായ രമേശ് ചെന്നിത്തല പറഞ്ഞു, അവരെ കണ്ടെത്തുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. പെരുമ്പാവൂർ നമുക്കറിയാം, പത്രവാർത്തകൾ വരുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നു. ഒരു ദിവസം പത്രത്തിൽ നമ്മൾ കണ്ടു, ഒരു ചെറുപ്പക്കാരൻ സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്തിനാണ് സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാർത്തയാണ് കൊലപാതകത്തെക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിൽ ഞെട്ടലുണ്ടാക്കിയത്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് ജന്മം തന്നതിന്റെ പ്രതികാരം ഞാൻ നടത്തിയതാണ്. സ്വന്തം പെറ്റമ്മയെ വെട്ടിക്കൊല്ലുന്നതിന് വേണ്ടി ജന്മം തന്നതിന്റെ പ്രതികാരമാണ് എന്ന് ഒരു ചെറുപ്പക്കാരൻ, ഒരു മകൻ പറയുന്നത് അവന്റെ സുബോധ മനസ്സുകൊണ്ടല്ല. അവന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. ആ തകർന്നിരിക്കുന്ന മനസ്സ് മറ്റു ചില ആളുകൾ തകർത്തതാണ്. അവരാണ് ഇവിടുത്തെ ലഹരി മാഫിയ സംഘം. ആ ലഹരി മാഫിയ സംഘത്തെ കണ്ടെത്തുക എന്ന ദുഷ്കരമായ, അല്ലെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഈ തുഫാൻ പരിപാടിയിലൂടെ മുന്നോട്ട് പോകുന്നത്. പെരുമ്പാവൂരിൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികളുള്ള ഒരു പ്രദേശമാണ് പെരുമ്പാവൂർ. അതിഥി തൊഴിലാളികളെ ആതിഥേയത്വത്തോടുകൂടി നമ്മൾ സ്വാഗതം ചെയ്യുന്നു. കാരണം പെരുമ്പാവൂരിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക്, വ്യവസായ പുരോഗതിക്ക്, അതുപോലെ തന്നെ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് മാനുവൽ ലേബർ നടത്തുന്നവരാണ്. അവരെ ഒന്നടങ്കം അവരെ കുറ്റപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അവരിൽ പാളിച്ചകൾ ഉണ്ടാകാം. പക്ഷെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചപോലെ അവരെ ദുർവിനിയോഗം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കറുത്ത ശക്തികൾ നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അവരെയാണ് ആദ്യം കണ്ടെത്തേണ്ടത്. ഈ നാട്ടിൽ ലഹരി വ്യാപനം നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് പാവപ്പെട്ടവരല്ല, സാധാരണക്കാരല്ല. ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി സൂചിപ്പിച്ചതുപോലെ കോടാനുകോടി രൂപയുടെ ലാഭേച്ഛയുമായി വളരെ സംഘടിതമായ ശ്രമത്തിൽ, മറ്റൊരു ദുർശക്തിക്കും ഇല്ലാത്ത രീതിയിൽ സംഘടിതമായ തലങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഇന്റർനാഷണൽ മാർക്കറ്റ്, ഒരു ഇന്റർനാഷണൽ മാഫിയ. ആ മാഫിയയുടെ കരങ്ങളാണ് നിർഭാഗ്യവശാൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ കരങ്ങൾ നമ്മുടെ പെരുമ്പാവൂരിലേക്കും കടന്നു വന്നിരിക്കുന്നു എന്ന സംഭവം നമ്മുടെ മനസ്സിൽ വേദനയുണ്ടാക്കുന്നു. നമ്മൾ ഒരുമിച്ച് നിൽക്കണം, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം, നമ്മൾ സഹകരിച്ച് നിൽക്കണം. ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇതിനെ പിഴുതെറിയുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമത്തിൽ ഞാൻ കേരള പോലീസിനെ,
DGP അടക്കമുള്ള കേരള പോലീസിനെ അഭിനന്ദിക്കുന്നു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും നല്ല മാർക്കിടാൻ കഴിഞ്ഞുവെങ്കിൽ അത് തുഫാനും ആഭ്യന്തരമന്ത്രിക്കും പോലീസിനുമാണ് എന്ന അഭിമാനത്തോടു കൂടി പറയും. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം, നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം അത് പൂർണ്ണമായി വിജയിക്കുന്നു. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയോട് പറയുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് ആത്മവിശ്വാസം മാത്രമല്ല, ശ്രീ രമേശ് ചെന്നിത്തലയുടെ ആളുകൾ അഭിനന്ദിക്കുക മാത്രമല്ല, നിങ്ങൾ ഒട്ടേറെ അമ്മമാരുടെ, രക്ഷിതാക്കളുടെ, സാധാരണ ജനങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, അനുഗ്രഹമുണ്ട്. നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളൊരു പ്രതീക്ഷയുണ്ട്. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം പൂർണ്ണമായി വിജയിപ്പിക്കുമെന്ന പ്രതീക്ഷ, അതിനുവേണ്ടി കേരളത്തിലെ പോലീസിനെ സജ്ജരാക്കി മുന്നോട്ട് പോകും എന്ന ഒരു വിശ്വാസം ഞാൻ കേരള സമൂഹത്തിനുണ്ട്. നമുക്ക് മുന്നോട്ട് പോകണം. ലഹരി എന്ന് പറയുന്ന ഏറ്റവും തെറ്റായ മനുഷ്യനെ എപ്പോഴും അവന്റെ മനസ്സിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, പെറ്റമ്മമാരെ പോലും സഹോദരി സഹോദരന്മാരെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത നമ്മുടെ മസ്തിഷ്കത്തെ, നമ്മുടെ മനസ്സിനെ തകർത്തുകൊണ്ട് ഈ രാജ്യത്ത് ക്രമസമാധാനവും അക്രമവുമെല്ലാം നടത്തുന്നതിന് വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ലഹരി എന്ന് പറയുന്ന ഈ വ്യാപനത്തെ തടയുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നീക്കത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം. ഞാൻ ശ്രീ രമേശ് ചെന്നിത്തലയോട് ഉറപ്പ് നൽകുന്നു. പെരുമ്പാവൂർ നിങ്ങളുടെ വാക്കുകൾ കേട്ടത് കാതോർത്ത് ഞങ്ങൾ കേൾക്കുന്നു. പെരുമ്പാവൂരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇത് പിടിച്ചെടുത്തതെങ്കിൽ 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ പെരുമ്പാവൂരിൽ വന്നാൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയും, പെരുമ്പാവൂരായിരിക്കും ഈ തുഫാൻ പരിപാടി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട ജനപ്രതികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ഒരുമിച്ച് നിൽക്കണം. നമുക്ക് പെരുമ്പാവൂർ പോലീസുമായി, പെരുമ്പാവൂർ ഉദ്യോഗസ്ഥന്മാരുമായി ഇതിനെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ ഗവൺമെന്റ് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുമായി നമുക്ക് കൈകോർക്കണം. നമ്മൾ മനസ്സുമായി നമ്മൾ കൈകോർത്ത് നിൽക്കണം. എവിടെ കണ്ടാലും ഈ തെറ്റുകൾ കണ്ടാലും അവർ തെറ്റിക്കണം. ആതിഥേയരായി കടന്നു വന്നിരിക്കുന്ന അഗതി തൊഴിലാളികളെ അടിച്ചോടിക്കുകയല്ല വേണ്ടത്. ആതിഥേയരായി കടന്നു വന്ന് പെരുമ്പാവൂരിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക്, പെരുമ്പാവൂരിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് അധ്വാനം കൊണ്ടും കർമ്മശേഷി കൊണ്ടും പ്രവർത്തിക്കുന്ന നമ്മുടെ പാവപ്പെട്ട അതിഥി തൊഴിലാളികളെ ബോധവൽക്കരണത്തിലൂടെ നമുക്ക് സഹകരിപ്പിച്ചുകൊണ്ട് നമുക്ക് പെരുമ്പാവൂരിന്റെ ഐശ്വര്യം കാത്തുസൂക്ഷിക്കാം. പെരുമ്പാവൂർ, ബഹുമാനപ്പെട്ട രമേശ്, വി വിൽ പ്രൗഡ് അബൌട്ട് പെരുമ്പാവൂർ. വി വിൽ പ്രൂവ് ദാറ്റ് പെരുമ്പാവൂർ ഈസ് ഫോർ ആന്റി. നമ്മുടെ ഈ ദൗത്യം ഏറ്റെടുക്കാൻ പെരുമ്പാവൂർ എന്ന് കാലം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്ന് പെരുമ്പാവൂരിൽ വന്ന് ഞങ്ങൾക്ക് നൽകിയ ആത്മവിശ്വാസത്തിന്, പെരുമ്പാവൂരിൽ നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന പദ്ധതികളുടെ വിശദീകരണത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ വിഷയത്തിന് സംതൃപ്തിയോടുകൂടി അങ്ങേക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു ദൗത്യം കൂടി അദ്ദേഹം എന്നെ ഏൽപ്പിക്കുകയുണ്ടായി. കാരണം ഇന്ന് നേരത്തെ ബഹുമാനപ്പെട്ട മനോജ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ശ്രീ രമേശ് ചെന്നിത്തല ആവർത്തിച്ചതുപോലെ, നിയമങ്ങളിൽ ചില പഴുതുകൾ എന്ന് ഞാൻ പറയില്ല, ചില പോരായ്മകളുണ്ട്. ആ പോരായ്മകളിൽ ഒന്ന്, ലഹരി പിടിച്ചെടുക്കുമ്പോൾ അതിന്റെ ഭാരം നോക്കി, കിലോഗ്രാം നോക്കി അതിന് ചില ജാമ്യം കിട്ടുന്ന അല്ലെങ്കിൽ കേസുകളുടെ പ്രാധാന്യം കുറയുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞ് NDPS എന്ന് പറയുന്നത്. അത് കേന്ദ്ര നിയമമാണ്. എന്നോട് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞു, ഞാൻ ബഹുമാനപ്പെട്ട DGPയോട് അതിന്റെ വിശദാംശങ്ങൾ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം അങ്ങേക്ക് ഉറപ്പ് നൽകുന്നു, ഈ വരുന്ന 15-ാം തീയതിക്ക് ശേഷം ഇന്ത്യയുടെ പാർലമെന്റ് സമ്മേളിക്കും. ആ ഇന്ത്യയുടെ പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ എന്റെ ആദ്യത്തെ സബ്മിഷൻ ഇന്ത്യൻ പാർലമെന്റിൽ NDPSൽ നിന്നുണ്ടായിരിക്കുന്ന പോരായ്മകൾ മാറ്റി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഞാൻ ഏറ്റെടുക്കുന്നു. നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ആശംസകൾ, അഭിവാദ്യങ്ങൾ ഒരിക്കൽ കൂടി ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തലയോട് ഞാൻ പെരുമ്പാവൂർ നിവാസികൾക്ക് വേണ്ടി, ഇവിടത്തെ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ഞാൻ അങ്ങയോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.